ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സ്ത്രീകളും അവരുടെ തലയിൽ ഒരു സാന്നിധ്യം വിടണം. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ ഒരു ഭാഗമാണിത്. ഇത് ഇരുന്നുകൊണ്ട് ഉള്ള അവസരമുണ്ട്. സഭയൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകം അനുസരിക്കുന്നത് വേണ്ടിയാണ്. ഈ വിവാഹ ശുശ്രൂഷ നമ്മളോട് പങ്കെടുക്കുന്ന വിനോദ് ബാബുശ്രീ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അപ്പോൾ ഗായക സംഘം പാടും. Amen.
നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും
സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായി വെടിപ്പുള്ള നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാൻ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാൻ നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമെന്ന് ശവമായതിനെ കാരുണ്യപൂർവ്വം അവയെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെ, ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടി ജ്ഞാനത്തിലും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തുള്ള വിവാഹം സകല മാന്യങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സാന്ദ്രപ്പെടുത്തേണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ വന്ന നിന്നെ നിന്റെ പിതാവിനെ വിശുദ്ധമായി കണ്ടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവൃതവും വെടുപ്പുമുള്ള ദേഹികളെ തനിക്ക് ഭാഗ്യം നിശ്ചയിച്ചിരിക്കുന്ന സത്യമണവാളനായുള്ളവനെ അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരക്കും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായും സ്തുതി സ്തോത്രവും ഇവർ കരയേറ്റുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീക്കപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടി കൃപയും കന്യകമ്മയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശ്വസ്മികന്മാരുടെ കൈകളിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരുടെ കയ്യിൽ നിന്നും നിന്റെ വിവാഹനിശ്ചയത്തിൽ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാൻ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാൽ ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവും തന്റെ പരിശുദ്ധ റൂഹായി സ്തുതി സ്തോത്രം നീ കരയറ്റുകയും ചെയ്യണം. സ്വർഗീയ
തന്റെ രക്ഷയുടെ പ്രമാണത്തെ താൻ സന്തോഷിപ്പിക്കട്ടെ. വഴക്കും നാശവുമില്ലാത്ത ആഗ്രഹിക്കുന്ന കലങ്ങളെല്ലാം ഈ മണവാട്ടിയെ താൻ അനുഗ്രഹിക്കട്ടെ. പുഷ്പങ്ങളെക്കാൾ വിശേഷവാസമെന്ന പരിപാലനയിൽ കൂടി ഒരു മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യരെ രക്ഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും താൻ ഇവരെ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് നൽകിയുള്ള കാലങ്ങളും അനിഗ്രഹമായ ആണ്ടുകളും കേൾക്കട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശേഷമുണ്ടായി നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായ നിന്നെ അപേക്ഷിക്കട്ടെ. വാഴ്വുകളും മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും വെറുതെ നൽകണമേ. സൽപ്രവൃത്തികളാൽ സമ്പന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിങ്ങളുടെ സുവിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരും ആയിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണത്തിൽ വന്നിട്ടുള്ളവരുടെ പേരും നിന്റെ നന്മകളും വാഴ്ചകളും വർദ്ധിപ്പിക്കണമേ. ജയനാളിന്റെ സേവയാൽ ഈ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പരിശുദ്ധരുമായിരിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. സഭയുടെ വിവാഹ ശുശ്രൂഷ ക്രമം രണ്ട് ഭാഗങ്ങളാണ്. മോതിരമായിട്ട് ശുശ്രൂഷ, കിരീടമാണ്. ഭവനയിൽ വെച്ച് ചെയ്യാറുള്ള വിവാഹ നിശ്ചയത്തിന്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ മക്കൾക്ക് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മോടൊപ്പം ജ്ഞാനാഥയും സന്നിധനായി നമ്മൾ അനുഗ്രഹിക്കുന്ന വിനോദ് ഭാവത്തിൽ കൂടി സാധനം ചെയ്ത് ഈ മക്കൾക്ക് വേണ്ടതായ വിവാഹ സന്ദേശം ബഹുമാനപ്പെട്ട വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്
എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദനം. ഈ ശുശ്രൂഷയിൽ നാം സംബന്ധിക്കുമ്പോൾ, ഈ ശുശ്രൂഷകളിൽ പ്രാർത്ഥനകളോടെ നാം ആയിരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു അനുഭവമായി ഇത് തീരട്ടെ എന്ന് കാരണമായി പ്രാർത്ഥിക്കുന്നു. വിവാഹ ശുശ്രൂഷയോട് ചേർന്നുള്ള ഒരു സന്ദേശം ഈ സമയത്ത് അനുയോജ്യമാണോ എന്ന് പലരും ചിന്തിച്ചേക്കാം. കൂട്ടിൻ്റെ ഇടയിൽ, ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് കൂട്ടുകച്ചവടം പോലെ ഈ സന്ദേശത്തെ പലരും കണ്ടേക്കാം. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നല്ലോ. ആയതുകൊണ്ട് ഈ സന്ദേശം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാകുന്നു എന്ന് നാം മനസ്സിലാക്കും. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ നിതിൻ ലിജി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ചേർച്ച, നിതിൻ ലിജി. പേര് കേൾക്കുമ്പോൾ, പേര് പറയുമ്പോൾ ചേർച്ചയുള്ളതുപോലെ ഭംഗിയുള്ള, മനോഹരമുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കുടുംബജീവൻ നയിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് കാരണമായി പ്രാർത്ഥിക്കുന്നു. 4 ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ എഴുതിയിട്ടുണ്ട്: ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. God created humans in his image. അപ്പോൾ അവന്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറെ കാര്യം പറയുന്നുണ്ട്, മനുഷ്യന് തക്ക തുണയായിരിക്കാൻ സ്ത്രീയെ സൃഷ്ടിച്ചു. ആയതുകൊണ്ട് ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആയതുകൊണ്ട് തക്ക തുണകളായി ഇരിക്കാനായിട്ടാണ് ദൈവം നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്, വിശുദ്ധ വിവാഹം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പാണ്. അതായത് നിതിന് ലിജിയെ വേണമെന്നും ലിജിക്ക് നിതിനെ വേണം എന്നുള്ള ബോധ്യത്തിൽ പരസ്പരം ഒരു ധാരണയും പരസ്പര സ്നേഹത്തിന് പരസ്പരം ഒരു കരുതലൊക്കെ കുടുംബജീവിതം നയിക്കാനായിട്ട് ഇടയാകുമ്പോൾ അത് ശ്രേഷ്ഠതയുള്ളതായി മനോഹരമുള്ളതായി തീരും. അതുകൊണ്ട് പരസ്പരം പൂരകങ്ങളായിരിക്കാൻ, പരസ്പരം നല്ല തുണകളായി ഇരിക്കാനായിട്ടാണ് ദൈവം വിശുദ്ധ വിവാഹം എന്ന കൂദാശയിലൂടെ നിങ്ങളെ കുടുംബജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചിരിക്കും. അപ്പോൾ നിതിന് ലിജിയെ വേണമെന്ന്, ലിജിക്ക് നിതിനെ വേണമെന്ന് പരസ്പരം നിങ്ങൾ തമ്മിൽ ആവശ്യമുള്ളവരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിതം നയിക്കാനായിട്ട് ഇടയാണ്. രണ്ടാമതായി, തുടർന്നുള്ള കിരീടമാഴിന്റെ ശുശ്രൂഷ ഭാഗത്ത് ശ്രീഹ വായിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ പുരുഷൻ ഭാര്യയെ സ്നേഹിക്കും. സഭ എന്ന് പറയുന്നത് പൂർണ്ണതയുള്ള ഒന്നല്ല. നാം ഉൾപ്പെടുന്ന മർത്തമ സഭ പോലും ഒരു പൂർണ്ണതയുള്ള സഭയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നത്. സഭയ്ക്ക് അതിൻ്റെതായ കുറവുകളും പോരായ്മകളും ഒക്കെയും ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ജീവിത പങ്കാളികൾ നമ്മുടെ സ്വപ്നത്തിനും നമ്മുടെ അഭിരുചികൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ചല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കാണും. എന്നാൽ ആ കുറവുകളെയും കുറ്റങ്ങളെയും ആ പരിമിതികളെയൊക്കെ മനസ്സിലാക്കി ദൈവമാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കുമ്പോൾ, അങ്ങനെ ആയിരിക്കുമ്പോഴാകുന്നു കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠകരമായ അനുഭവം നയിക്കാനായിട്ട് ഇടയാണ്. അപ്പോൾ ഈ കുറവുകളെയും പരിമിതികളെയൊക്കെ മനസ്സിലാക്കി പിറവില്ലാതെ സ്നേഹത്തോടുകൂടി കുടുംബജീവിതം നയിക്കാനായിട്ട് ഇടയാകുമ്പോഴാണ് അത് ശ്രേഷ്ഠകരമായിട്ട് തീരുന്നത്. ആയതുകൊണ്ട് നിതിന്റെ കുറവുകൾ ലിജി മനസ്സിലാക്കി അതിനെ തരണം ചെയ്യുവാനായിട്ട് ലിജി മനസ്സിലാക്കി ആ കുറവുകളെ അത് എഴുപ്പിച്ച് കാണിക്കുവാനായിട്ട്, എന്നാൽ സ്നേഹത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമ്പോഴാണ് കുടുംബജീവിതം നയിക്കാനായിട്ട് ഇടയാകുന്നത്. മൂന്നാമതാണ്, എവങ്കേലിയൻ വായിക്കുന്ന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്, മനുഷ്യൻ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കും. നിങ്ങളുടെ ഈ വിവാഹത്തെ പറ്റിയിട്ടുള്ള ആലോചനകൾ ഒക്കെ കാലമായി നടന്നപ്പോൾ മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നതാണ്. മനുഷ്യമായിട്ടുള്ള പല ഇൻഫർമേഷൻസും ഒക്കെ ഉണ്ടായിട്ടാണ്. എന്നാൽ ആ ആലോചനകൾക്കും ആ ഇടപെടലുകൾക്കും എല്ലാം ശേഷം ഇന്ന് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവമാകുന്നു തങ്ങളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്ന വലിയ ബോധ്യമാകണം നിങ്ങളെ ലഭിക്കാനായിട്ട് ഇടയാകണം. ആയതുകൊണ്ട് തനിക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളി വെറുവെറുപ്പില്ലാതെ ഏറെ ദൈവകൃപയോടുകൂടി
പ്രാർത്ഥനയോടുകൂടെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കാനായിട്ടും ഇടയാകുമ്പോൾ ഏറ്റവും ഖണ്ഡികരമായ കുടുംബജീവിതം നയിക്കാനായിട്ട് ഇടയാകും. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞതിന്റെ വാക്കുകൾ നിർത്തുകയും, ഏറെ തിരക്കുള്ള ജീവിത അനുഭവങ്ങളൊക്കെ ആയിരിക്കുന്നതാണ്. ആയതുകൊണ്ട് ഈ തിരക്കേറിയ അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓർക്കുക, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖ്യ സ്ഥാനം ഉണ്ട്. അത് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനമായി പ്രബോധനം നൽകുന്ന സമയത്ത് ഇടവകയായ വേദപുസ്തകം നിങ്ങൾക്ക് ആദ്യ സമ്മാനമായിട്ട് നൽകുന്നത്. അതുകൊണ്ട് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കുമെല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബജീവിതം ആയിരിക്കണം നിങ്ങളുടെ. അതിനാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തുറന്നുള്ള ശുശ്രൂഷ സംബന്ധിക്കാനായിട്ട് വരുന്ന ഏറ്റവും ധന്യകരമായ കുടുംബജീവിതം നയിക്കാൻ പ്രിയ എന്തിനേയും വിജയം ദൈവം സഹായിക്കും.
സുഖമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. Slave of God, this
കാനാ എന്ന നഗരത്തിലേക്ക് കല്യാണവിരുന്നിന് ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ നല്ല വീഞ്ഞായി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കൊണ്ട് നിന്റെ വിശുദ്ധ മതവായുടെ മുൻപാകെ തങ്ങളുടെ കഴുതുകളെ വണക്കിയിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലങ്കെ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണമറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെ ഇവരെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്തും നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. Hallelujah.
Holy,
നിങ്ങളുടെ ആയുസ്സും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മെസ്സിയാ സത്യത്തിന്റെ മൺവാണുകൊണ്ട് നിങ്ങളുടെ മൺവാട്ടിനെ മുദ്രയിടട്ടെ. മെസ്സിയാ തന്നെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലക്കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ആകർഷയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ഉന്നതനായ അസ്വരിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. എബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് യോസേഫിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളുടെ മകനിൽ സന്തോഷിപ്പാനായി കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവന്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ഇബ്രാഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരകളാൽ നിങ്ങളുടെ തലകളിൽ വെക്കപ്പെട്ട കിരീടങ്ങളുടെ മേൽ വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ അവൃത്തിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതു ഭാഗത്തെ കടനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയറ്റുകയും ചെയ്യണം. Para
നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചതുമായ പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോടെ അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രത ഉള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ കർത്താവേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയ്ക്ക് മുമ്പാകെ ശ്രീവായുടെ മുമ്പാകെ വിശുദ്ധ ഏതെങ്കിലും മുമ്പാകെ ഈ യോഗത്തിന് മുമ്പാകെ ഹൃദയവിചാരങ്ങളെ അറിയാത്തവന്റെ മുമ്പാകെ അറിയുന്നവന്റെ മുമ്പാകെ നിൽക്കുന്നതാണ് ഓർത്തുകൊള്ളുകയും. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനാണ്. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെയും ശുശ്രൂഷകന്മാരുടെയും വിശ്വാസമുള്ള ജനത്തിന്റെയും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാമസിച്ച് വ്യാപരിക്കുമാറാകട്ടെ. ഇവിടെ താവേശുമിശിഹായുടെ വലങ്കെ എല്ലായ്പ്പോഴും ഇവിടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിക്കാൻ ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകും. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കും. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കും. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായം ആകുന്നുമില്ല. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം വലിയ ചുമതലയും പദവിയും തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നത് കുടുംബജീവിതം വിജയകരമാകുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിരിക്കും. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കും. വേദപുസ്തക പഠനത്തിലും കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. ഈ ഇടവേളയിൽ നിങ്ങൾക്ക് നൽകുവാനുള്ള ഒരു വേദപുസ്തകമാണ്. ഇതാണ് ഏറ്റവും വിലപ്പെട്ടത്. ഇതായിരിക്കണം നിങ്ങളുടെ വൈദ്യുത ജീവിതത്തിൽ ഒരു GPS ഉള്ളതുപോലെ നിങ്ങളുടെ GPS ഈ വേദപുസ്തകമായി ഒരുമിച്ച് ക്രമമായി പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നവരായിരിക്കണം. പണം, സമയം, കഴിവ് നിങ്ങൾ തരുമ്പോൾ നിങ്ങൾ ഗൃഹവിചാരകന്മാരെന്ന് വിചാരിച്ച്, സ്റ്റുവാർഡ്സ് എന്ന് വിചാരിച്ച്, വരുമാനത്തിന്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിന് സഭയുടെ സുവിശേഷ വേലയ്ക്കും ഉപയോഗിക്കുക. ദൈവം നിങ്ങളുടെ മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും